ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടകക്കഞ്ഞി, ഔഷധക്കഞ്ഞി എന്നും പറയും. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു കഞ്ഞിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള കഞ്ഞികൾ കർക്കിടക മാസത്തിൽ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാണ് ഞവര അരി. ഇതെല്ലാവർക്കും അറിയായിരിക്കും. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നല്ല നീളത്തിലുള്ള അരിയാണ്, കനം കുറഞ്ഞ അരിയാണ്. നമ്മൾ ഈ പൊങ്കാലയ്ക്കൊക്കെ എടുക്കുന്ന ഉണക്കലരിയുടെ, നെല്ലുകുത്തിയ പച്ചരിയുടെ അതേ കളറിലാണ് ഞവര അരി ഇരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് സൂചി ഗോതമ്പാണ് വേണ്ടത്. ചെറിയ നീളത്തിൻ്റെ ഉള്ള കനം കുറഞ്ഞതാണ് സൂചി ഗോതമ്പ്. നമ്മളിത് ചെറിയ കുട്ടികൾക്ക് വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്ത് കുറുക്കി കൊടുക്കാറുണ്ട്. ഇനി ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 100 ഗ്രാം ഞവരയരി, എല്ലാം ഒരേ അളവിലാണ് ഞാൻ എടുക്കുന്നത്. 100 ഗ്രാം പുഴുക്കലരി, നമ്മൾ ചോറുണ്ടാക്കാൻ എടുക്കുന്ന അരിയാണ് പുഴുക്കലരി. 100 ഗ്രാം സൂചി ഗോതമ്പ്, 1 ടേബിൾ സ്പൂൺ ഉലുവ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി നന്നായിട്ടെടുക്കണം. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 8 മണിക്കൂർ നേരം മാറ്റി വയ്ക്കണം. രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ നമ്മളിത് വെള്ളം ഒഴിച്ച് വയ്ക്കണം. രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം രാത്രിയെ നമ്മളിത് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കണം. നല്ലതുപോലെ കുതിർന്നാൽ മാത്രമേ ഇത് വെന്ത് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ വേവാൻ താമസമുണ്ട് ഈ അരിക്ക്. ഇനി ഇത് കുറച്ച് നേരം നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഇടുന്നതാണ് ആശാളി, ജീരകം, 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ചുക്കിൻ്റെ പൊടി, പിന്നീട് മഞ്ഞൾപ്പൊടി വേണം, തേങ്ങാപ്പാൽ വേണം. ഇപ്പം നമ്മുടെ അരി എല്ലാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. 8 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിന് പകരം നമ്മുടെ മൺചട്ടിയാണ് ഏറ്റവും നല്ലത് കലത്തിലുണ്ടാക്കുന്നത്. പക്ഷേ മൺകലത്തിലുണ്ടാക്കി കഴിഞ്ഞാൽ സമയം ഒരുപാടെടുക്കും. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറാണ് നല്ലത്. നമുക്കിത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് സ്റ്റൗ ഓണാക്കി വയ്ക്കാം. അടച്ചു വെച്ച് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്ക് സിമ്മിലാക്കി ഇടാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് പകുതി വെന്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചേരുവകൾ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ അരിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ പകുതി വേവേ ആയിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കി ചേരുവകൾ കൂടി ഇട്ട് കൊടുക്കാം. ആശാളി, 1 ടീസ്പൂണാണ് ആശാളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. 4-5 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം
ചെറിയ ഉള്ളി ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം, ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആശാളി ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. കഴുകി വേണം നമ്മളിതിൽ ഇടേണ്ടത്. ഇനി ഇത് അടച്ചു വയ്ക്കാം. സ്റ്റൗ ഓണാക്കി കൊടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ മീഡിയത്തിലാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം കൂടി ഇതൊന്ന് വേവട്ടെ. ഇത് വെന്ത് കിട്ടാൻ താമസമുണ്ട്. കഞ്ഞി ആയതുകൊണ്ട് നന്നായിട്ട് വേവണം. ഇപ്പം നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ട്, കറക്റ്റ് പരുവായിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. ഇത് കുറച്ചും കൂടി വെള്ളം നമുക്ക് തിളപ്പിച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇന്ദുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു മുറി തേങ്ങ ചിരകി തേങ്ങാപ്പാൽ എടുത്ത് വച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ കഞ്ഞി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. സ്റ്റൗ ചെറുതാക്കി വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ കഞ്ഞി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കുറച്ചൊന്ന് തണുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒന്ന് കുറച്ചും കൂടി വെള്ളം ഒന്ന് കുറുകിപ്പോവും. ആ സമയത്ത് നമ്മൾ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കർക്കിടകക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതുമാണ്. ഒരു 7 ദിവസമെങ്കിലും ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി കുടിക്കണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.